ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അജ്മിൻ ഫയാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ എപ്പിസോഡ്. പിന്നെ ചിലരെങ്കിലും ഇന്നത്തെ ലൈവും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും കണ്ടിട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും ഡൈജസ്റ്റ് ആവാത്ത ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അനുമോളുടെ PR-ഓ അനീഷിന്റെ ഹേറ്ററോ അല്ല. ഞാൻ ആരുടെ ഫാനാണ്? ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞാൻ റെന ഫാത്തിമയുടെ ഒരു ഫാനായിരുന്നു. കാരണം എനിക്കൊരു ക്യാരക്ടർ ക്വാളിറ്റി ആ ഒരു കൊച്ചിനുണ്ടെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ അതിന് വോട്ട് ചെയ്തത്. എന്തോ നിർഭാഗ്യം കൊണ്ട് അത് ഇറങ്ങിപ്പോയി. ഇനി എനിക്ക് അവിടെ നിൽക്കുന്ന ഒരാൾക്കും വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. കാരണം ഒരു ക്യാരക്ടർ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർ ഒരാൾ പോലും ഇത്തിരി ശകലം പോലും ക്യാരക്ടർ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെ കുറിച്ച് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഈ ഒരു ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ കുറിച്ച് 15-16 ആൾക്കാരുണ്ട് ഇനി ബാക്കി. അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഇന്നത്തെ ലൈവും ഇന്നലത്തെ എപ്പിസോഡും കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 2 തരം ജ്യൂസ് ഉണ്ടാക്കണം. 2 ടീമായിട്ടാണ്. പിന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി ചെക്കർ ആയിട്ടുള്ള 2 ആൾക്കാർ അവിടെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ടാസ്ക്. ക്വാളിറ്റി ചെക്ക് എത്ര മോശമായിട്ട് ചെയ്യട്ടെ, എത്ര നല്ലതായിട്ട് ചെയ്യട്ടെ, പക്ഷേ നമ്മൾ അതൊരു ഓഫീസായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അപ്പൊ നമ്മൾ അവിടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അലച്ചു പോവുമോ? ഒന്നാമത്തത്. രണ്ടാമത്, എനിക്ക് ഒട്ടും അക്സെപ്റ്റബിളും ഒട്ടും ഡൈജസ്റ്റീവ് ആവാത്ത ഒരു കാര്യമാണ് രണ്ടാമത്തത്. ഫുഡാണ് നമ്മുടെ ഒരു ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഫുഡ് കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് വലിച്ചെറിയുക, ചവിട്ടുക, ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. എന്ത് കോപ്രായമാണ് ഇയാൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഫസ്റ്റ് ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം, അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വരെ എനിക്ക് ഇത്തിരി ക്യാരക്ടർ കൊള്ളാമെന്നല്ല, പുള്ളിക്കാരന്റെ നിലപാട് കൊള്ളാം, അല്ലെങ്കിൽ ഇത്തിരി എന്താ പറയാ, ഒരു ഇത്തിരി പൊരുതി നിൽക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നല്ലൊരു ആളെന്ന് തോന്നി. ഞാൻ എനിക്ക് അയാളെ ഇഷ്ടമല്ല, അതെന്ന് തന്നെ പറയാം. പക്ഷേ ഇന്നലത്തെ ആ എപ്പിസോഡോടെ എൻ്റെ ആ ഉള്ള വില അങ്ങ് പോയിട്ടുണ്ട്. കാരണം ഫുഡ് വലിച്ചെറിയ, അത് ഗെയിം സ്പിരിറ്റ് അല്ലെങ്കിൽ ടാസ്കിന്റെ സ്പിരിറ്റ് എടുക്കാതെ ഇയാൾ എന്തൊക്കെ കോപ്രായങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഒരു ഫുഡ് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഒരു ഫുഡിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഉള്ള കാര്യം പറയാലോ, എനിക്കത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ അത് തന്നെയാണെന്ന് തോന്നുന്നു ആദ്യത്തെ പോയിന്റും പറഞ്ഞത്. നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുപ്പികൾ നിരത്തി വെച്ചിട്ടുണ്ട്, ഓരോന്ന് ചെക്ക് ചെയ്യുവാണ്. 2-3 റിജക്റ്റ് ആയി. ഓക്കെ സാർ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ സാർ, നമ്മുടെ ഭാഗത്ത് പറ്റിയ പിഴവാണ്, നമ്മൾ സോർട്ട് ഔട്ട് ആക്കിയിട്ടുണ്ട്, ബാക്കിയുള്ളത് പരിഗണിക്കാം എന്ന് പറഞ്ഞ് ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെ കാണിക്കണം. നമ്മുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് കാണിക്കേണ്ടത്, അല്ലാതെ അലച്ച ഊവയോ അല്ല. ഈ രീതിയിലാണ് അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 മുമ്പ് 3 ഗസ്റ്റ് നമ്മുടെ ബിഗ് ബോസിൽ കയറി വന്നായിരുന്നു. അതിനകത്ത് ഒരാൾ, ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞില്ല, അതിനകത്ത് ഒരാൾ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അതായത് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ അയാൾ വലുതാവുമോ? അർത്ഥം അതാണ്. പറഞ്ഞ ലൈൻ അതല്ലായിരിക്കും, പക്ഷെ അർത്ഥം അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇയാള് ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ ഇയാളുടെ അവിടെ ഒന്നും ആവുന്നില്ല. ഇയാൾക്ക് സൗണ്ട് ഉണ്ട്, ഇയാൾക്ക് നോളജ് ഉണ്ട്, അതൊക്കെ ഞാൻ ഓക്കെ, അതൊക്കെ ഒരു സൈഡ്. പക്ഷേ ബിഹേവ് ചെയ്യേണ്ട സ്ഥലത്ത് അത് ബിഹേവ് രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാതെ ഇമാതിരി എനിക്ക് അതൊക്കെ രണ്ടാമത് ഫുഡ് വലിച്ചെറിയുന്നതും അതൊരു ടാസ്കിന്റെ സ്പിരിറ്റ് എടുക്കണം, ഗെയിം സ്പിരിറ്റ് എടുക്കണം. വലിച്ചെറിയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അനുമോളുടെ PR-ഓ അല്ലെങ്കിൽ അനീഷിന്റെ ഹേറ്ററോ അല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഈ വീഡിയോ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് പോസിറ്റീവ്, നെഗറ്റീവ് ആണ് നെഗറ്റീവ് കമന്റ്, നിങ്ങളുടെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമന്റിൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനകത്ത് മറുപടി തരാൻ താല്പര്യമുള്ള ഒരു കമന്റ് ആണെങ്കിൽ, അതായത് എനിക്ക് ഇത്തിരി ഇതിന് റിപ്ലൈ കൊടുക്കണം എന്നുള്ള എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്യും. തോന്നാത്തതിന് ഞാൻ റിപ്ലൈയും ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇതിലും കിടിലം വീഡിയോ വരുന്നത് വരെ ബൈ.